നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട വാഹനം ഇടയ്ക്കിടയ്ക്ക് സർവീസ് ചെയ്യാൻ നമ്മൾ മറക്കാറില്ലല്ലോ. എന്നാൽ പ്രിയപ്പെട്ട ശരീരം ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കാൻ ഇത്ര പേര് ബോഡി ഫുള്ളായിട്ട് ക്ലെൻസ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇതിന് ശരീരത്തിലെ വിഷാംശത്തെ മുഴുവൻ പുറന്തള്ളുന്ന രീതിയിൽ ബോഡിയെ ക്ലെൻസ് ചെയ്യാൻ പറ്റുന്ന വളരെ മികച്ച ഇഫക്റ്റീവായിട്ടുള്ള ചിലവ് കുറഞ്ഞ രീതിയിലുള്ള 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്നറിയാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 പോയിന്റുകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മിസ്സായി പോകരുത്. വീഡിയോ ലൈക്ക് ചെയ്യുന്നതിന് കൂടെ തന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും കൂടെ ശ്രമിക്കണേ. ഞാൻ ഡോക്ടർ സജിത ദിജിൻ. ഇത്തരം രീതിയിൽ നമ്മൾ ഡീടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ഗുണങ്ങളാണ് എന്നുള്ളത് ആദ്യം അറിയണ്ടേ. ഇത് ഫേസിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് പിമ്പിൾസ് വരുന്നുണ്ട്, ചർമ്മം തിളങ്ങാനും അല്ലെങ്കിൽ പ്രായം നേരത്തെ വരുന്ന രീതിയിൽ മുഖത്ത് ചുളിവുകൾ വീഴുന്നതുണ്ടെങ്കിലും ദഹന വ്യവസ്ഥ ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ, പല രോഗകാരണങ്ങളും വേരോടെ ഇല്ലാതാക്കാൻ, നല്ല ചുറുചുറുക്കും ഊർജ്ജസ്വലതയും കൈവരിക്കാൻ വേണ്ടിയിട്ട്, മാനസിക ആരോഗ്യം നമ്മുടെ കൈക്കുള്ളിൽ ഭദ്രമാക്കാൻ വേണ്ടി ആദ്യത്തേതെന്ന് പറയുന്നത് ഓയിൽ പുള്ളിംഗ് ആണ്. ആയുർവേദത്തിൽ കവല അല്ലെങ്കിൽ ഗണ്ടൂഷ എന്നുള്ള പേരിൽ അറിയുന്നു. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം പറയാം. 1 ടേബിൾ സ്പൂൺ, അതിൽ ഏറ്റവും നല്ലത് എള്ളെണ്ണയാണെന്നാണ് ആയുർവേദ ഗ്രന്ഥങ്ങൾ പറയുന്നത്. ദന്തഹർഷേ ദന്തജാലേ മുഖരോഗേച്ച വാത്തിക്ക് സുഗോഷ്ണം അഥവാ ശീതം തില കൽക്കോദകം ഹിതം. ഇതിൽ തിലതൈലം അല്ലെങ്കിൽ എള്ളെണ്ണ ഉപയോഗിക്കാനാണ് പറയുന്നത്. ഏറ്റവും സേഫായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് പിന്നീട് വെളിച്ചെണ്ണയാണ്. ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ 1 ടേബിൾ സ്പൂൺ ഇതുപോലെ ഓയിൽ വായിൽ വെച്ചതിന് ശേഷം, അതും ബ്രഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ചെയ്യുന്നതിന് മുമ്പോ ചെയ്യാം. വായിൽ വെച്ചിട്ട് കുറച്ച് സമയം, അധിക സമയം തന്നെ വായിൽ വെക്കുന്ന സമയത്ത് ഇത് നാവ് കൊണ്ട് 2 സൈഡിലേക്കും പല്ലിന് ഇടയിലൂടെയും ഒക്കെ തന്നെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് പോകുന്ന രീതിയിൽ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. തുടക്കത്തിൽ കുറഞ്ഞ സമയം ചെയ്യാൻ സാധിക്കുള്ളൂ എങ്കിലും പതിയെ അതിൻ്റെ സമയം കൂട്ടിക്കൊണ്ടുവരാം. 10 മിനിറ്റ് വരെയൊക്കെ തന്നെ വെക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് തുപ്പിക്കളഞ്ഞതിന് ശേഷം ഇറക്കരുത്. തുപ്പിക്കളഞ്ഞതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് വാ കഴുകാം. ഇനി അല്ല, പെട്ടെന്ന് തണുപ്പുള്ള വെള്ളമൊക്കെ ആണെങ്കിൽ പല്ല് പുളിപ്പ് പോലുള്ള ബുദ്ധിമുട്ടൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇളം ചൂടിൽ കഴുകാനാണ് ഏറ്റവും നല്ലൊരു മാർഗം. ഇനി ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടെന്ന് അറിയണ്ടേ. ഇതിന് വായ്നാറ്റം പോലുള്ള പ്രശ്നങ്ങൾ അകറ്റാനും, മോണരോഗങ്ങൾ, മോണയിൽ ബ്ലീഡിങ് പോലുള്ള പ്രശ്നങ്ങൾ വരിക, മോണ കറുത്ത് വരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പല്ലിന് ചലനം അല്ലെങ്കിൽ അനക്കം തട്ടുന്ന ഒരവസ്ഥ, പല്ലിൽ പ്ലേക്സ് ഒക്കെ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ ആ ഒരു മഞ്ഞക്കറ കൂടുതലായിട്ട് കാണുന്നത്, വായിൽ ഇടയ്ക്കിടയ്ക്ക് വായ്പുണ്ണ് വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ, നാവിൽ പൂപ്പൽ വരുന്നത് അല്ലെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നത്, തൊണ്ടവേദന അല്ലെങ്കിൽ തുമ്മൽ, സൈനസൈറ്റിസ്, മൈഗ്രെയിൻ പോലുള്ള അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ, തലവേദന, വിട്ടുമാറാത്ത തലവേദന, ഇതുപോലുള്ള കാര്യങ്ങൾക്കും, അതുപോലെ അരുചി, വായിക്കൊന്നും രുചിയില്ലാത്ത അവസ്ഥ, ടേസ്റ്റ് ബഡ്സിനെയൊക്കെ തന്നെ ഒന്ന് ആക്റ്റീവാക്കി വെക്കാൻ, ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു ഓയിൽ പുള്ളിങ് കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആയുർവേദത്തിലെ ദിനചര്യയിലാണ് പറയുന്നത്. ദിവസവും നിങ്ങൾക്ക് ശീലിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് പ്രായാധിക്യം കൊണ്ട് ഉണ്ടാകുന്ന പല്ലിനും മോണയ്ക്കും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെയധികം ലേറ്റായിട്ടേ വരികയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മോശം ബാക്ടീരിയാസ് ഉള്ള ഒരു ശരീരത്തിൽ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് വായിലായിരിക്കും. നല്ല ബാക്ടീരിയാസും ചീത്ത ബാക്ടീരിയാസും ഉണ്ട്. അപ്പോൾ ചീത്ത ബാക്ടീരിയാസിനെ വായിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. പല്ലുകൾ നശിക്കാനുള്ള ഒരു പ്രധാന കാരണം കാവിറ്റിയാണ്. ഇത് വായിലെ ശുചിത്വക്കുറവും പല്ലുകളിൽ ചുറ്റും ബാക്ടീരിയകൾ അടിഞ്ഞുകൂടുന്നതും കാരണമാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റാൻ നല്ലൊരു മാർഗമാണ് ഈ ഓയിൽ പുള്ളിങ് എന്നുള്ളത്. വായിലെ ശുചിത്വമില്ലായ്മ, നാവിലെ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടുന്നതൊക്കെയാണ് ഇത്തരം ബാക്ടീരിയ പെരുകാനുള്ള കാരണം. ഇതൊക്കെ മാറ്റാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല മാർഗമാണിത്. പലപ്പോഴും ദഹനക്കേട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ എണ്ണ കൊണ്ട് കുലുക്കുഴിയുന്നത് വളരെ ഫലപ്രദമായ ഒരു കാര്യം തന്നെയാണ്. വായിൽ എണ്ണ പുരട്ടുന്നത് ദഹനനാളത്തെ പോലും ഉത്തേജിപ്പിക്കും എന്നുള്ളതാണ് പറയുന്നത്. ദഹന പ്രക്രിയ വർദ്ധിപ്പിക്കാനും മലബന്ധത്തിൻ്റെ സാധ്യത കുറയ്ക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ലത് ഉരുക്ക് വെളിച്ചെണ്ണയാണ്. കൊപ്രയാട്ടിയെടുക്കുന്ന ആ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ വെന്ത വെളിച്ചെണ്ണയോ ഒക്കെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളൊക്കെ ഉണ്ട്. രണ്ടാമത്തേത് നസ്യമാണ്. നസ്യം എപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് കേട്ട് പരിചിതമായിട്ടുള്ള ഒരു വേർഡായിരിക്കും. നസ്യം ചെയ്യുന്നത് എപ്പോഴും ഒരു പഞ്ചകർമ്മ പ്രൊസീജിയറാണ്. പക്ഷെ നമുക്ക് നിത്യേന ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്ന ഒന്ന് പ്രതിവർഷ നസ്യം എന്നുള്ളതാണ്. ഓരോ മൂക്കിലും 2 തുള്ളി വീതം ഓയിൽ ഒഴിക്കുന്നത്. അതിന് ഏറ്റവും ഉതകുന്ന ഓയിൽ അണുതൈലമാണ്. അണുതൈലം
ഒഴിച്ചതിന് ശേഷം നമുക്ക് ഓരോ മൂക്കും അടച്ചു പിടിച്ചിട്ട് മൂക്കിൽ ഈ ഓയിൽ വലിച്ചെടുക്കാം. അതിനുശേഷം കഫം വായിലോട്ട് ഇറങ്ങി വരുമ്പം അത് ഇടയ്ക്കിടയ്ക്ക് തുപ്പിക്കളയാം. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ സൈനസിൻ്റെ ഭാഗങ്ങളിലും ഒക്കെ തന്നെ അടിഞ്ഞുകൂടി കിടക്കുന്ന പഴയ കഫം പോലും മുഴുവനായിട്ടും പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു എളുപ്പ വഴിയാണിത്. ഇനി ഇത് ഒരു ദിവസം ചെയ്ത് നിർത്തേണ്ടതല്ല. അങ്ങനെ നമ്മൾ 7 ദിവസം 14 ദിവസം ഒക്കെ തന്നെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യുന്നതുണ്ട്. അതിൽ മെഡിസിൻ വ്യത്യാസമായിരിക്കും, അതുപോലെ അതിൻ്റെ അളവിൽ വ്യത്യാസമായിരിക്കും. പ്രൊസീജിയറിൽ കുറച്ച് മുഖത്തൊക്കെ ഓയിൽ തേച്ച് ആവി പിടിച്ചൊക്കെ ചെയ്യേണ്ട വളരെ നല്ലൊരു പ്രൊസീജിയറാണ്. ഇങ്ങനെ പ്രതിമർശ നസ്യം ചെയ്യുമ്പോൾ വീട്ടിൽ 2 തുള്ളി അണുതൈലം 2 മൂക്കിലുമായിട്ട് നാസാദ്വാരങ്ങളിൽ ഉറ്റിക്കാവുന്നതാണ്. ഇതാണ് നസ്യം എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രായം എത്തുന്ന ലക്ഷണങ്ങൾ പതുക്കെ വരുള്ളൂ. ചുളിവുകൾ അകറ്റാൻ സഹായിക്കും. മുഖത്ത് നല്ലൊരു പ്രസരിപ്പും യുവത്വവും നിലനിർത്താൻ സഹായിക്കും. സ്കിന്ന് ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം മാറ്റാൻ നല്ലതാണ്. അതുപോലെ മുടി കൊഴിച്ചിൽ എന്നുള്ളൊരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ഇത്തരം നസ്യം കൊണ്ട് സാധിക്കുന്നുണ്ട്. നാസിക ശിരസോദ്വാരം എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ ശിരസിലേക്കുള്ള ഒരു എളുപ്പ വഴിയാണ് മൂക്ക് എന്നുള്ളത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന തലവേദനകൾ അല്ലെങ്കിൽ സൈനസൈറ്റിസ്, മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വഴിയാണ് ഈ നസ്യവും അതുപോലെ ഓയിൽ പുള്ളിങ്ങും ചെയ്യുന്നതെല്ലാം തന്നെ. മൂന്നാമത്തേത്, എണീറ്റാലുടനെ വെറും വയറിൽ 1-2 ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അമിതമായിട്ടുള്ള ചൂട് ആപത്താണ്. അത് അന്നനാളത്തിനെയൊക്കെ തന്നെ സാരമായിട്ട് പരിക്കേൽപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇളം ചൂടുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ഒരു ദഹന വ്യവസ്ഥ തന്നെ വളരെ എളുപ്പത്തിലാക്കാനും മലബന്ധം പ്രശ്നം ഇല്ലാതാക്കാനും ശരിയായിട്ടുള്ള ദഹന പ്രക്രിയ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരുവിധം ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ, അസിഡിറ്റി പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതാക്കാനും സഹായിക്കുന്നുണ്ട്. അലർജി, തുമ്മലൊക്കെ ഉള്ളവർക്ക് ഈ പറഞ്ഞിട്ടുള്ള നസ്യവും അതുപോലെ കബലയും ചെറു ചൂടുവെള്ളം കുടിക്കുന്നതും ഒക്കെ തന്നെ ഏറെ ഗുണം ചെയ്യും. ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പോ എണ്ണകളോ ഒക്കെ നീക്കം ചെയ്യാൻ ഈ ഇളം ചൂടുവെള്ളം സഹായിക്കുന്നുണ്ട്. വയറിൽ ചെറു ചൂടുവെള്ളം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അധികമായിട്ടുള്ള ഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇത് നല്ലതാണ്. അതുപോലെ ശരീര താപനില ഉയർത്തുകയും ഉപാപചയ നിരക്ക് വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശരീരത്തിലെ കൊഴുപ്പൊക്കെ എരിച്ച് കളയാനും ശരീരഭാരം കുറയ്ക്കാനും ഏറെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിലെ വിഷമയം എല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ദിവസേന എന്നുള്ളതുപോലെ നീക്കം ചെയ്യപ്പെടേണ്ടതുണ്ട്. മൂത്രത്തിലൂടെയും വിയർപ്പിലൂടെയുമാണ് ശരീര മാലിന്യങ്ങൾ പുറന്തള്ളുന്നത്. നമ്മൾ നന്നായി വെള്ളം കുടിക്കുന്നത് വഴിയും വ്യായാമം ചെയ്യുമ്പോഴും ശരീരത്തിൽ നിന്ന് വിഷാംശങ്ങൾ നീക്കം ചെയ്യപ്പെടാൻ സഹായിക്കുന്നുണ്ട്. വയർ വൃത്തിയാക്കി എടുക്കുന്നതിനായി നല്ലപോലെ പഴം, പച്ചക്കറികളൊക്കെ കഴിക്കാനും ശ്രദ്ധിക്കണം. ഇതിൽ തന്നെ ഡീടോക്സ് ചെയ്യാൻ സാധിക്കുന്ന ചില ആഹാരങ്ങളുണ്ട്. അതിൽ നമുക്ക് ഇത്തരം ബോഡിക്ക് ഡീടോക്സ് ആവശ്യമാണെന്ന് തോന്നുന്നത് എപ്പോഴാണ്? ചർമ്മ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മുഖക്കുരു, ചുണങ്ങ്, ക്രമരഹിതമായിട്ടുള്ള മലവിസർജനം, അല്ലെങ്കിൽ വീർത്ത കണ്ണുകൾ, ആർത്തവം ശരിയല്ലാണ്ടിരിക്കുക, എപ്പോഴും ക്ഷീണം തോന്നുക, എപ്പോഴും ഒരു ടെൻഷൻ, ഒരു സമ്മർദ്ദം ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു വിഷാദമായിട്ടുള്ള മാനസികാവസ്ഥ, ഉറക്ക പ്രശ്നങ്ങൾ, ആവർത്തിച്ചുണ്ടാവുന്ന തലവേദന, അമിതവണ്ണം, ഇവയൊക്കെ ഉണ്ടാവാം. ഇങ്ങനെ വരുമ്പോൾ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക, കൂടുതൽ വെള്ളം കുടിക്കുക, മദ്യപാനം ഒഴിവാക്കുക, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക എന്നുള്ളതൊക്കെയാണ്. അതുപോലെ യോഗയും ധ്യാനവും ഒക്കെ തന്നെ ചെയ്യുന്നതും നല്ല ഉറക്കം കിട്ടുന്നതും ഒക്കെ തന്നെ നമ്മുടെ ഈ ഒരു പ്രശ്നത്തിനെ മാറ്റാൻ സഹായിക്കും. നാലാമത്തേത് അഭ്യംഗമാണ്. അഭ്യംഗം ചെയ്യുന്ന സമയത്ത് നമ്മുടെ രോഗാവസ്ഥയ്ക്കനുസരിച്ചുള്ള ഓയിലുകൾ തിരഞ്ഞെടുക്കുക. വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് നമുക്ക് നാഡീഞരമ്പുകളൊക്കെ ക്ഷയം സംഭവിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ധാനുന്തരം പോലുള്ള തൈലങ്ങൾ, കർപ്പൂരാദി തൈലം, അല്ലെങ്കിൽ കാർപ്പാസിസ്ത്യാദി തൈലം, ക്ഷീരബല തൈലം, ഇങ്ങനെ ഒരുപാട് തൈലങ്ങളെ കുറിച്ച് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഐ ബട്ടണിലും കൊടുത്തേക്കാം, മുകളിൽ ഒന്ന് കണ്ടു നോക്കുന്നത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവും. ഈ എണ്ണ തേച്ച് കുളിക്കുന്നത് പലപ്പോഴും നാഡീഞരമ്പുകളെ ഉത്തേജിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമുക്ക് വളരെ ആൻറ്റി ഏജിങ് ആയിട്ടും നമ്മുടെ ബോഡിക്ക് തന്നെ ഉന്മേഷവും പ്രസരിപ്പും ഒക്കെ തന്നെ നൽകുന്ന രീതിയിലും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ തന്നെ പ്രസാദം നൽകുന്ന രീതിയിൽ കണ്ണിൻ്റെ കാഴ്ചശക്തി ഇമ്പ്രൂവ് ചെയ്യാൻ, അതുപോലെ കേൾവി ശക്തിക്കും മുടി കൊഴിച്ചിൽ പ്രശ്നങ്ങൾ മാറ്റാൻ, നല്ല ഉറക്കം കിട്ടാൻ, അങ്ങനെ ഒരുപാടേറെ ആരോഗ്യ ഗുണങ്ങളും കൂടെ ഈ ഒരു എണ്ണ തേച്ച് കുളിക്കേണ്ട. അത് മൊത്തത്തിൽ നമ്മുടെ ബോഡിക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നത് കൊണ്ട് ടോക്സിൻസിനെ എല്ലാം തന്നെ പുറത്ത് കളയാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ്. അഞ്ചാമത്തേത്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് ഇടയ്ക്ക് വെള്ളം കുടിക്കാറുണ്ടോ? ഈ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നത് ഓക്കെ ആണോ എന്നുള്ളത് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഭക്ഷണത്തിന് മുൻപേ കഴിക്കുന്നതാണെങ്കിൽ മെലിയാൻ സഹായിക്കുന്ന രീതിയിലും ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം
ശേഷം വെള്ളം കുടിക്കുന്നത് ശരീരത്തിൻ്റെ സ്ഥൂലാവസ്ഥയിൽ അല്ലെങ്കിൽ ശരീരഭാരം കൂട്ടാനാണ് സഹായിക്കുന്നത്. എന്നാൽ ഇടയ്ക്ക് കഴിക്കുന്നത് ഹിതമാണെന്ന് പറയുന്നു, പക്ഷെ ഇത് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ച് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും കുടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഡൈജസ്റ്റീവ് ഫയറിനെ കുറയ്ക്കുകയും അതുവഴിയുള്ള എൻസൈംസിൻ്റെ പ്രവർത്തനത്തെയെല്ലാം തന്നെ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നത് ആവശ്യമെങ്കിൽ മാത്രം, എരിവുള്ള സമയങ്ങളിലും നമുക്ക് അത്യാവശ്യമെന്ന് തോന്നുന്ന സമയങ്ങളിൽ അല്പം കുടിക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ പിന്നെ ഏത് സമയത്താണ് കറക്റ്റായിട്ട് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് എന്നുള്ള സംശയം വരാം. അത് ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമോ നിങ്ങൾക്ക് വെള്ളം കുടിക്കാവുന്നതാണ്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാണ് ഞാനിന്ന് പറഞ്ഞത്. കേൾക്കുമ്പോൾ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും പക്ഷേ ഇത് ഒരുപാടേറെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. മൈഗ്രെയിൻ, അലർജി, സൈനസൈറ്റിസ് പ്രശ്നങ്ങളും മുടികൊഴിച്ചിൽ അല്ലെങ്കിൽ ചർമ്മ പ്രശ്നങ്ങൾ, ഇതുപോലെ ദഹന പ്രശ്നങ്ങൾ, ഇതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടാവാതിരിക്കില്ല ഒരു വീട്ടിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രമിക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.